നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ നമുക്കൊന്ന് പ്രതിപാദിക്കാം. ദക്ഷിണായനത്തിന്റെ ആരംഭമാണ് കർക്കിടകം. കർക്കിടക മാസം എന്നത് പഴയ കാലത്ത് പറയുന്നത് പോലെ പഞ്ഞമാസമാണ്. മഴക്കെടുതിയുടെയും രോഗാദി ദുരിതങ്ങളുടെയും ഒക്കെ കാലമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിലും ഒരുപാട് കർക്കിടകത്തിൽ സ്വാധീനം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ നാം അതിനനുസരിച്ചുള്ള ജീവിതചര്യകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഭക്തിപരമായിട്ടുള്ള രാമായണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആന്തരികവും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതക്രമത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കർക്കിടക മാസത്തിൽ വരുത്തണം, ഐശ്വര്യത്തിനായി നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ദക്ഷിണായനത്തിന്റെ കാലമാണ്, ആരംഭമാണ് കർക്കിടക മാസം. ഉത്തരായന കാലം ദേവന്മാർക്ക് പ്രാധാന്യമുള്ള കാലമാണെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള കാലമാണ്. കർക്കിടക മാസത്തിൽ സൂര്യൻ കർക്കിടകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചന്ദ്രന് മൗഢ്യമുള്ള സമയമാണിത്. മനസ്സിന്റെ കാലഗ്രഹമായിട്ടുള്ള ചന്ദ്രന് മൗഢ്യം വരുന്നതോടുകൂടി തന്നെ, ചന്ദ്രന്റെ ബലം കുറയുന്നതോടുകൂടി തന്നെ മനുഷ്യന്റെ മനോബലം കുറയും എന്നാണ് ജ്യോതിഷം പറയുന്നത്. കർക്കിടക മാസത്തിൽ ഇടമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സൂര്യന്റെ രശ്മികൾക്ക് ശക്തി കുറയുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള രോഗാണുക്കൾ പെരുകി രോഗസാധ്യതകളൊക്കെ വർദ്ധിക്കുന്നു. കർക്കിടക മാസത്തിൽ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കൃഷി കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മംഗളകർമ്മങ്ങളും വളരെ കുറച്ചാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ പഴമക്കാർ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നാണ് പറയുന്നത്. പണ്ട് മറ്റൊരു പഴഞ്ചൊല്ല് കൂടിയുണ്ട്, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്ന്. എന്നിരുന്നാലും കർക്കിടക മാസത്തെ അങ്ങനെ നമ്മുടെ പൂർവികർ എഴുതി തള്ളിയിട്ടില്ല. കർക്കിടക മാസത്തെ അടുത്ത ഒരു നല്ല 11 മാസത്തേക്കുള്ള പുതുവർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പായി കർക്കിടക മാസത്തെ കണ്ടിരുന്നു. വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള അവധിക്കാലമായിട്ടാണ് പൂർവികർ കർക്കിടക മാസത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ചിട്ടകളും ശീലങ്ങളും കർക്കിടക മാസത്തിൽ അവർ കൊണ്ടുവന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ പൊതുവെ ദഹന പ്രക്രിയ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ പൂർവികർ കൊണ്ടുവന്നു. പ്രഭാതത്തിലെ എണ്ണ തേച്ചുകുളിയും ഔഷധക്കഞ്ഞിയും പത്തിലത്തോരനും ഒക്കെ കർക്കിടക മാസത്തിലെ ദിനചര്യയുടെ ഭാഗമാണ്. കാലം മാറുന്നതിനനുസരിച്ച് ജീവിതചര്യയിൽ മാറ്റം വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും കർക്കിടക മാസത്തെ മനസ്സും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള കാലഘട്ടമായിട്ട് ഇന്നും കണക്കാക്കി പോരുന്നു. അതിനായിട്ട് നാം പാലിക്കേണ്ട ചിട്ടകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. കർക്കിടക മാസത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിലവിളക്ക് കൊളുത്തേണ്ടതാണ്. ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിനു മുന്നിൽ നിലവിളക്ക് കൊളുത്താം. അതോടൊപ്പം തന്നെ ദശപുഷ്പവും അഷ്ടമംഗല്യവും ഒക്കെ അതോടൊപ്പം വെക്കുന്നത് ശുഭകരമാണ്. കഴിവതും സ്വന്തം ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരമായിരിക്കണം ഭക്ഷണം. കർപ്പൂരം, അഷ്ടഗന്ധം, ദശാംഗം, കുന്തിരിക്കം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഗൃഹത്തിൽ പതിവായി പുകയ്ക്കുക. വീടുകളിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും ഒക്കെ നടത്തുന്നതും കൂടുതൽ ശുഭഫലത്തെ നൽകും. കർക്കിടക മാസത്തിൽ ഇപ്രകാരം ചെയ്യുന്ന പൂജകളൊക്കെ അടുത്ത ഒരു വർഷത്തേക്ക് ഐശ്വര്യം നിറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ആദി വ്യാധികളൊക്കെ നീങ്ങി ഐശ്വര്യം ഉണ്ടാകാൻ ദശപുഷ്പങ്ങൾ ചൂടുന്നതും പഴയ കാലത്ത് പതിവായിരുന്നു. കൂടാതെ ആയുർവേദ ചികിത്സയ്ക്കും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കുമൊക്കെ ഉത്തമമായിട്ടുള്ള സമയമാണ് കർക്കിടക മാസം. സാധ്യമായ ദിവസങ്ങളിലൊക്കെ വ്രതം അനുഷ്ഠിക്കുന്നതും ശുഭഫലത്തെ നൽകും. കർക്കിടക മാസത്തിലെ ദുർഘടമായിട്ടുള്ള സമയങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ രാമായണ പാരായണത്തിലൂടെ സാധിക്കും. അവതാര പുരുഷനായിട്ടുള്ള ശ്രീരാമ ഭഗവാന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മളുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തിയാണ് എന്ന് നമുക്ക് തോന്നണം. നിത്യവും രാമനാമം ജപിക്കേണ്ടതാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ വരാനന ഓം നമ ഇതി എന്നാണ്. ഈ നാമജപത്തെ കർക്കിടക മാസത്തിൽ നിത്യം ജപിക്കുന്നതും ശുഭഫലത്തെ നൽകും. ചന്ദ്രനും സൂര്യനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന കർക്കിടക മാസത്തിലെ പുണ്യദിനമാണ് കർത്തവാവ്. അന്ന് പിതൃതർപ്പണം ചെയ്യുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യങ്ങൾക്ക് സഹായകരമാണ്. കർക്കിടക മാസത്തിൽ ഐശ്വര്യത്തിനും
നമ്മുടെ മാനസികമായിട്ടുള്ള ഉന്നമനത്തിനുമൊക്കെ ആയിട്ട് രാമായണം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ തിരക്കുകൾ മൂലം അപൂർവം ചിലർക്കെങ്കിലും രാമായണം പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. എന്നിരുന്നാലും അവർക്ക് പരിഹാരമായിട്ട് ഏകശ്ലോക രാമായണത്തെ ചൊല്ലാവുന്നതാണ്. നമുക്ക് അതിന്റെ കാര്യം ഒന്ന് പരിചയപ്പെടാം. ഒറ്റ ശ്ലോകത്തിൽ രാമായണത്തിന്റെ കഥ ചുരുക്കി പറയുന്നതിനാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ രാമായണം മുഴുവനായിട്ട് പാരായണം ചെയ്തു പോകാൻ സമയക്കുറവുള്ളവർക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏകശ്ലോക രാമായണത്തെ നിത്യം ജപിച്ചുകൊണ്ട് രാമായണ പാരായണത്തിന്റെ പുണ്യം നുകരാം. രാമായണം എന്നാൽ രാമന്റെ അയനമാണ്, രാമന്റെ സഞ്ചാരമാണ്, രാമന്റെ ജീവിതമാണ്, രാമന്റെ ജീവിതയാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം. ഭരതൻ ഒരിക്കൽ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ആ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ ഒരു ശ്ലോകത്തിൽ, ഒറ്റ ഒരു ശ്ലോകത്തിൽ രാമന്റെ വനവാസം മുതൽ രാവണ നിഗ്രഹം വരെയുള്ള കഥയെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം. അതായത് ഹനുമാൻ ഈ ഏകശ്ലോക രാമായണത്തിലൂടെ രാമന്റെ കഥയെ ഏകദേശം പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. ഹനുമാൻ ഈ പറയുന്ന കാര്യത്തെ അത് ഒരു ശ്ലോകമാക്കി മാറ്റിയെടുത്തത് ഗോസ്വാമി തുളസീദാസൻ എന്ന കവിയാണ്. ഈ ഒറ്റ ഏകശ്ലോക രാമായണത്തെ മനഃപ്പാഠമാക്കി നിത്യം ജപിക്കുന്നത് രാമായണ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കുവാനായിട്ട് ഈ ഏകശ്ലോക രാമായണം നിത്യം ജപിക്കാം. നമുക്ക് ഈ ഏകശ്ലോക രാമായണത്തെ ഒന്ന് പരിചയപ്പെടാം. പൂർവം രാമ തപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. ഇതാണ് ഏകശ്ലോക രാമായണം. ഇതിൽ ഈ ശ്ലോകത്തിൽ ചില വ്യത്യാസങ്ങളോടുകൂടിയും പ്രചാരത്തിലുണ്ട്. ഈ ഏകശ്ലോക രാമായണത്തെ നിത്യം ജപിക്കുക രാമായണ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ്. പൂർവം രാമ തപോവനാധിഗമനം, രാമൻ വനത്തിലേക്ക് പോയി. ഹത്വാ മൃഗം കാഞ്ചനം, സ്വർണ്ണ നിറത്തോടുകൂടി വന്ന മാൻപേടയെ പിന്തുടർന്നുകൊണ്ട് അതിനെ വധിച്ചു. വൈദേഹി ഹരണം ജടായു മരണം, വൈദേഹിയെ രാവണൻ അപഹരിച്ചു, ജടായു മരണപ്പെട്ടു. സുഗ്രീവ സംഭാഷണം, സുഗ്രീവനുമായി സന്ധി സംഭാഷണം ചെയ്തു. ബാലി നിഗ്രഹണം, ബാലിയെ വധിച്ചു. സമുദ്രതരണം, ഹനുമാൻ സമുദ്രത്തെ തരണം ചെയ്തു. ലങ്കാപുരി ദാഹനം, ലങ്കാപുരിയെ ദഹിപ്പിച്ചു. പശ്ചാത് രാവണ കുംഭകർണ ഹനനം, അതിനുശേഷം ശ്രീരാമ സൈന്യം ലങ്കയിലെത്തുകയും രാവണനെയും കുംഭകർണനെയും വധിക്കുകയും ചെയ്തു. ഏതദ്ധി രാമായണം. ഇത്രയുമാണ് രാമായണം കഥ എന്നാണ്. ഏകശ്ലോക രാമായണത്തെ പോലെ തന്നെ ഏകശ്ലോക ഭാഗവതവും ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പഠിക്കാം. പിന്നീട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. പഴയ തലമുറയൊക്കെ ഇത് നിത്യം ജപിച്ചിരുന്നു. നിത്യവും രാമനാമം ഉരുവിടുന്നതും കർക്കിടക മാസത്തിൽ മനസ്സിന്റെ ഇരുട്ടിനെ അകറ്റി പ്രകാശപൂരിതമായിട്ടുള്ള മനസ്സ് ലഭിക്കുവാനായിട്ട് അത് സഹായിക്കും. കർക്കിടക മാസത്തിൽ ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് വിലപ്പെട്ട അറിവുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.